എന്തൊക്കെയുണ്ട് കഴിഞ്ഞ ദിവസം ഹോണ്ട നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് 10 ബൈക്കാണ് ഇറക്കിയിരിക്കുന്നത്. നമ്മുടെ കണ്ണു പോയത് എക്സാറിലേക്കാണ്. വേറൊരു വണ്ടികളിലായിട്ട് നമ്മൾ പോയില്ല, എക്സാറിലേക്കാണ് പോയത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല എൻ്റെ ഇതേപോലത്തെ ഒരു വണ്ടി നമ്മൾ നാട്ടിൽ ഇറക്കുന്നത്. കാരണം ഭയങ്കര ഫയറോടെ നിൽക്കുന്ന ഒരു സെഗ്മെൻറ്റാണ് ഈ എക്സാർ സെഗ്മെൻറ്റ്. അത് KLX 230 ഒക്കെ പോലത്തെ ഡുവൽ പർപ്പസ് റോഡ് ലീഗൽ മോട്ടോക്രോസ് ബൈക്ക് എന്നൊക്കെ പറയില്ലേ, അത് ആൾക്കാർ ശരിക്കും ആഗ്രഹിക്കണം. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് ശരിക്കും ആഗ്രഹിക്കണം. നേപ്പാൾ, നമ്മുടെ അരിയത്തുള്ള രാജ്യമായ നേപ്പാളിലേക്ക് ഇഷ്ടംപോലെ വണ്ടികൾ CRF ഒക്കെ കുറേ കിടന്ന് പറയണം. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകുമ്പോൾ കാണുമ്പോഴേക്കും നമുക്ക് ഇത് വൈ നോട്ട് ഇന്ത്യ എന്തുകൊണ്ട് അതൊന്നും തന്നില്ല എന്നുള്ള രീതിക്ക് ഹോണ്ട അങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇട്ടേണ്ടിട്ട് ഇന്ത്യക്ക് 10 ബൈക്ക് അങ്ങനെ എല്ലാ നല്ല സെയിൽസുള്ള സെഗ്മെന്റിലേക്ക് ഓരോ ബൈക്ക് ഇട്ട് മുട്ടൻ സ്ട്രാറ്റജി ഉണ്ട്. അതൊക്കെ CBR ആണ് പ്രതീക്ഷിച്ചത്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി CBR വന്നില്ല. പക്ഷേ പലതും വന്നു. അപ്പോൾ നമ്മൾ എക്സാറിനെ പറ്റിയാണ് സംസാരിക്കാൻ ഇപ്പോൾ. അപ്പോൾ CRF എല്ലാവർക്കും അറിയാവുന്ന മോഡലായിരിക്കും, പക്ഷേ CRFിൻ്റെ സെയിം പ്ലാറ്റ്ഫോമാണ് എക്സാറുടെ. ഡോണ്ട് വറി. അപ്പോൾ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യണ CRF അതാണ് എക്സാറുടെ. അപ്പോൾ ഞാൻ കുറേ വർഷങ്ങൾ CRF 250 L ഓടിച്ചെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ CRF 250 L എന്ന് പറഞ്ഞാൽ റോഡ് ലീഗൽ മോട്ടോക്രോസ് ബൈക്ക് അല്ലെങ്കിൽ ഡുവൽ പർപ്പസ് മോട്ടോക്രോസ് ബൈക്ക്, അതിനാണ് L എന്ന് അവർ വിളിക്കുന്നത്. ഹോണ്ടയുടെ വിളിപ്പേരാണ് ഇതൊക്കെ. അപ്പോൾ ഇതിന് തന്നെ 300 L ഉണ്ട്, 300 M ഉണ്ട്, അതായത് സൂപ്പർ മോട്ടോ എന്ന് പറയില്ലേ, M അല്ലെങ്കിൽ SM എന്ന് പറയും. ഇപ്പോൾ DRC ഇല്ലേ സുസുക്കിയുടെ, അതേപോലത്തെ ഒരു സെഗ്മെൻറ്റാണ്. നമ്മുടെ നാട്ടിൽ അത്ര സുപരിചിതമല്ല, പക്ഷേ പുറത്തൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ റോഡ് ടയേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സെഗ്മെൻറ്റാണ് സൂപ്പർ മോട്ടോ എന്ന് പറഞ്ഞാൽ. പിന്നെ എന്താ ഉള്ളത് 300. ഇപ്പോൾ ഞാൻ 250 ആയിരുന്നു, 250 ഇപ്പോൾ 250 സക്സസ് ആണ് 300. അപ്പോൾ പണ്ട് 250 ഉണ്ടായിരുന്നു. അപ്പോൾ 200 M ഉണ്ട്, 200 L ഉണ്ട്, 200 F ഉണ്ട്. അതൊരു ഫൺ ബൈക്ക് പോലത്തെ ഒരു ചെറിയൊരു സെറ്റപ്പാണ്. പിന്നെ എന്താണ് 6 ഉണ്ട്. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് ലീഗൽ അല്ലാത്ത ഫുൾ ഫൺ, അവിടെ ഡേർട്ടിന് വേണ്ടി മാത്രമുള്ള വണ്ടി അങ്ങനെയുണ്ട്. പിന്നെ ഉള്ള റാലി ഉണ്ട്, ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ. അപ്പോൾ ഹോണ്ട ഇവരെല്ലാവരും പല പല ആൽഫബറ്റ് ഇട്ടാണ് വിളിക്കുന്നത്. അപ്പം ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഹോണ്ട നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ പലർക്കും ഇത് അറിയണമെന്നില്ല. അപ്പോൾ RX ഉണ്ട്, അതൊക്കെ ഭയങ്കര കാണാൻ നല്ല രസമുള്ള ബൈക്കാണ്. അപ്പോൾ ഇതൊക്കെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഭയങ്കര റേറ്റുള്ള ബൈക്കാണ്. അതായത് ആൾക്കാർ ആ ഒരു എക്സ്പെൻസീവ് സെഗ്മെൻറ്റാണ് ഈ മോട്ടോക്രോസ് സെഗ്മെൻറ്റ്. പല ഇന്ത്യയിൽ സെയിലുള്ള പല വണ്ടികളോട്ടും കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഇന്ത്യൻ മെയ്ഡ് വണ്ടികൾ ഇറക്കി വിട്ടേക്കുന്നത്. പല വണ്ടികളുടെ സെയിൽസ് ഇടിയും. കാര്യം പറയാല്ല, എക്സ്പൾസൊക്കെ ഇടിയും. ഹിമാലയൻ ഒരു പ്രോബ്ലം ആവും. കാവാസാക്കി KLX 230 സർവീസ് ഇത് ടൈറ്റാണ്, മനസ്സിലായി. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ ഹോണ്ട തട്ടിയെടുക്കാനുള്ള ഭയങ്കര വലിയ ചാൻസാണ്. കറക്റ്റായിട്ട് പ്രൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 3 ലക്ഷത്തിന് താഴെ ഷോറൂം ഇട്ട് പ്രൈസാണ് ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ മോനെ ഭയങ്കര വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്ന സെഗ്മെൻറ്റാണ് ഈ റാലിയും 300 L. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പറഞ്ഞാൽ. ഞാൻ 250 L ഞാൻ കുറേ എൻജോയ് ചെയ്ത് കുറേ ചെറിയ ഒരു ട്രിപ്പൊക്കെ പോയി. വലിയ ടൂറിസ്റ്റ് ഫ്രണ്ട് അല്ല, പക്ഷേ എനിക്ക് ഹാപ്പി ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന വണ്ടിയാണ്. കുറേ കൊടുത്തത്. അപ്പോൾ ഞാൻ ആ വണ്ടി പഴയ വണ്ടി വീഡിയോ ഒക്കെ ക്ലിപ്പൊക്കെ ആഡ് ചെയ്യാം. എനിക്കിപ്പോൾ ആ വണ്ടി നല്ല ഇറങ്ങുന്ന പറയുമ്പോഴേക്കും ഭയങ്കര സന്തോഷമുണ്ട്. ഉറപ്പായിട്ട് എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ റാലിയിലേക്ക് നോക്കിയിട്ടുണ്ട്. പക്ഷേ പുറത്തുള്ള റാലിക്ക് ഡബിൾ കണക്കാണുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ റാലിയുടെ ഹെഡ് എനിക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷേ സ്റ്റിൽ അത് വെറുത്തിട്ടാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു വണ്ടി ഇറങ്ങാൻ ഭയങ്കര കുറേ പേര് അത് ആഗ്രഹിച്ചിരിക്കേണ്ടതാണ്. പക്ഷേ ശരി വെച്ച് വേറെ കാണണ്ട, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യും. അതായത് എക്സ്പൾസിന് ഇതൊരു ടാസ്ക് ആകുമോ, അല്ലെങ്കിൽ എക്സ്പൾസിന് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഹിമാലയനിൽ നിന്ന് എന്താ ചെയ്യുന്നത്. റാലിക്ക് അവർ ഹിമാലയൻ ചൂസുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവട്ടെ. ഹോണ്ട റിലയബിലിറ്റി, എഫിഷ്യൻസി, റിഫൈൻമെൻറ്റ് എല്ലാം ഇതിന് ഫാക്ടറാവും. ഇപ്പോൾ നമ്മുടെ ഹീറോനൊക്കെ വണ്ടിക്ക് കുറേ കംപ്ലൈൻറ്റ് ആണെന്നുള്ളത്, അതെല്ലാം എല്ലാ കസ്റ്റമേഴ്സിനെയും ഹോണ്ട എടുക്കട്ടെ. വേറെ വീഡിയോ കാണാം. ബൈ.